കുഞ്ഞുങ്ങൾ ഡിസ്റ്റർബ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി കുടുംബത്തെ ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മാതാപിതാക്കന്മാരുടെ എല്ലാ ആധികളെയും വ്യക്തികളെയും കുഞ്ഞുങ്ങളെ എല്ലാവരെയും എവിടെയെങ്കിലും എത്തിക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് പരസ്പരം ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടാത്ത മാതാപിതാക്കന്മാരെ പ്രത്യേകം ഈ സമയത്ത് ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദൈവം ഒരു ആശീർവാദം, നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒരു വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനും നിങ്ങൾ അച്ഛൻ പ്രാർത്ഥിക്കും, മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിനും മനസ്സിലാവും നിങ്ങൾ പ്രാർത്ഥന സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെന്ന്. എന്നാൽ പിന്നെ നമ്മളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന സീരിയസ് ആണെന്ന്, പ്രാർത്ഥിക്കാൻ മാത്രമല്ല നമ്മുടെ പ്രാർത്ഥന സീരിയസ് ആണെന്ന് ദൈവത്തെ മനസ്സിലാക്കാൻ കൂടി നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പലരും മുട്ടയിൽ നിൽക്കുന്നതും പലരും അതുപോലെ തന്നെ അനുതാപത്തിൽ പ്രാർത്ഥിക്കുന്നതും വിശുദ്ധിയോടെ കുമ്പസാരിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ചെയ്തതിൻ്റെ കാരണം വെച്ചാൽ, കർത്താവ് ഞാൻ അങ്ങയുടെ കൂടെയാണ്, അങ്ങയെ ആശ്രയിക്കുകയാണ് എന്ന് അങ്ങേക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ എൻ്റെ പറ്റണം ഞാൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യും. കർത്താവ് അതെല്ലാം വലിയ മനസ്സോടെ സ്വീകരിക്കുക. അതാണ് അവൾക്ക് ചെയ്യാൻ പറ്റണം, അവൾ ചെയ്തു എന്നൊക്കെ ഈശോ പറയണ്ടേ. അപ്പോൾ നമ്മുടെ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും കർത്താവ് അത് ആത്മാർത്ഥമാണെങ്കിൽ ഈശോ അംഗീകരിക്കും. നോൻപ് കാലത്ത് ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ അംഗീകാരം മേടിച്ചെടുക്കണം. അതിൽ ഈശോ പറഞ്ഞത് എന്താണ്? അവൾക്ക് ചെയ്യാൻ പറ്റേണ്ടത് അവൾ ചെയ്തു, അപ്പോൾ അവൾക്കൊരു അംഗീകാരം കൊടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് അവൾ ആത്മാർത്ഥത ഉണ്ട്. അവൾക്ക് ഒരു വിഷമം തോന്നിയില്ലേ? ലാസറിൻ്റെ പെങ്ങളുടെ പരിപാടിയാണല്ലോ ഈ കാണിക്കണത്. അവരാണല്ലോ ഈ എണ്ണ പൂശി കർത്താവിന് സുഗന്ധം പൂശുന്നത്. അവളാണല്ലോ ലൂദാസ് വഴക്കിടുന്നത്. അപ്പം അതുകൊണ്ട് അവളാണ് എന്നിട്ടും അതൊന്നും മനിക്കാതെ നിർത്താതെ അതാണ് അവളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോരുത്തർ ഗുണവും ദോഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈശോ ഗുണം പറയുന്നുണ്ട്, യൂദാസ് ദോഷം പറയുന്നുണ്ട്. ബദനീനെ മറിയം തൈലം പൂശിക്കൊണ്ടിരിക്കുന്നുണ്ട്, തൈലം പൂശിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് അതിൻ്റെ മറിയത്തിൻ്റെ നിലപാട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അവളത് നിർത്തുകയോ തുടങ്ങുകയോ അങ്ങനെയൊന്നുമില്ല. അവളുടെ ജോലി ചെയ്യും. അങ്ങനെ പല അഭിപ്രായങ്ങൾ വരും. പക്ഷെ ദൈവം നമ്മുടെ വർക്ക് ആത്മാർത്ഥമാണെങ്കിൽ ദൈവം നമ്മൾ അംഗീകരിക്കും. അതാണ് അവൾക്ക് ചെയ്യാൻ പറ്റുന്ന അവൾ ചെയ്ത്, നിനക്ക് നെഞ്ചുവേദനയൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് യുദാസിനെ പിന്തിരിപ്പിക്കും കർത്താവ്. അപ്പോൾ എപ്പോഴും വേണ്ടത് ചെയ്യണ കാര്യത്തിൽ ആത്മാർത്ഥത വേണം, എന്നാൽ കർത്താവിൻ്റെ അംഗീകാരം ഉണ്ടാവും. നോൻപ് കാലം ദൈവത്തിൻ്റെ അംഗീകാരം കൂടി മേടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അനുതാപം പോലും ആത്മാർത്ഥതയുള്ളതാകണം. ഈ ദിവസങ്ങളിൽ എൻ്റെ സഹോദരങ്ങൾ കൂടുതൽ ഈ കുടുംബം വിശുദ്ധിയുള്ളവരാകുകയും നമുക്ക് ചുറ്റും ഭയങ്കര സങ്കടകരമായ